ഹായ് ഗേസ്, ലാവസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് തക്കാളി ചോറ്. ആർക്കും വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി ചോറ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതിന് വേണ്ടുന്ന സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ചോറുണ്ടാക്കുന്നതിന് ഏതുതരം വൈറ്റ് റൈസും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിക്ക് മുകളിൽ വെള്ളം നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കുമ്പോൾ ഉപ്പിടാൻ മറക്കരുത്. വൈറ്റ് റൈസ് ആയതിനാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അധികം ചീയരുത്, അതിന് മുമ്പേ ഓഫാക്കുക. ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഓഫാക്കുക. അതിനുശേഷം ചോറിലെ എല്ലാ വെള്ളവും ഊറ്റിക്കളഞ്ഞ് അവിടെ വെക്കുക. ഇനി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മസാല ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, 2-3 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് വഴറ്റുക. ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ടൊമാറ്റോ റൈസ്. തക്കാളി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയിലും തക്കാളിയിലും മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു മൂടിയെടുത്ത് ഇത് മൂടി വെക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം ഉടഞ്ഞു കിട്ടും. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യത്തിന് ഉടഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ ഉടയേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. ഇതെല്ലാം നല്ലപോലെ ഉടഞ്ഞതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ സമയം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയിൽ നല്ലപോലെ ചോറ് പിടിക്കണം.
ഇപ്പോൾ ചോറും മസാലയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ബിരിയാണിയൊക്കെ കഴിക്കാത്തവർക്ക് വളരെ നല്ലതാണ് തക്കാളി ചോറ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചെയ്യുക. എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.